ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വൈറൽ ചീസ് കേക്ക് ആണ്. കാരണം ഇപ്പോൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എടുത്തതിന് ഫുൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചീസ് കേക്ക് ഉണ്ട്. ലെറ്റ്സ് ട്രൈ ഇറ്റ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ട ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ നമുക്കൊരു മിൽക്ക് കോമ്പൗണ്ട് വേണം. ഞാൻ അമൂലിൻ്റെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ ഫ്രഷ് ക്രീം, അതും അമൂലിൻ്റെ തന്നെ എടുത്തേക്കുന്നത്. പിന്നെ ഒരു മിൽക്കി മിസ്റ്റിൻ്റെ അൺസോൾട്ട് ബട്ടറാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇത്രയും ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് എടുത്തേക്കുന്നത്. രീതിക്ക് ഫൈൻ പൗഡറായിട്ട് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് പൊടിച്ച ബിസ്ക്കറ്റ് ഇട്ട് മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അടുത്ത ലെയർ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ഓൺ ആക്കാം. ഇനി നമുക്ക് 1 കവർ പാല് നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടി വേണം. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ലെമൺ ഇട്ട് ഒന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നാരങ്ങയുടെ പകുതി നല്ലപോലെ പിഴിഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും ക്രീം ചീസാണ് ഒരു പാലിൽ നിന്ന് കിട്ടിയത്. 500 ml പാലിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതാദ്യം തന്നെ മിക്സിയിലിട്ട് ഇടാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്രഷ് ക്രീം ഇടാവേ. നമ്മൾ ഇത്രയും പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചത് നമ്മൾ നന്നായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇച്ചിരി ലൂസായി, കാരണം എന്താ വെള്ളം കൂടിയോണ്ടാന്ന് തോന്നുന്നത്. നല്ലപോലെ ലൂസായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കാം. അത് അത്യാവശ്യം സെറ്റാവുന്ന വരെ വെക്കാം. ഈ മിൽക്ക് കോമ്പൗണ്ട് 150 ഗ്രാമും അതിനകത്തോട്ട് നമ്മൾ ബട്ടറും അതുപോലെ തന്നെ ഫ്രഷ് ക്രീം നമ്മളൊരു ഇച്ചിരി യൂസ് ചെയ്തോളൂ, ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് ഇരുന്നോണ്ട് ഞാൻ ഇച്ചിരിയും കൂടെ ഫ്രഷ് ക്രീം യൂസ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ആൽമണ്ടും അതുപോലെ കാഷ്യൂ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോക്ലേറ്റ് നല്ല രീതിയിൽ ചൂടാറിയിട്ടോ. അത് നമ്മൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ട് സെറ്റായിട്ടില്ലായിരുന്നു. വെള്ളം പോലെ തന്നെ ഇരിക്കുമായിരുന്നു. എന്തോ വെള്ളത്തിന് അംശം ഉള്ളതുകൊണ്ടായിരിക്കാം അതങ്ങ് സെറ്റാതിരിക്കുന്നത്. അങ്ങനെ പിന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. എന്നിട്ടും അങ്ങോട്ട് സെറ്റായിട്ടില്ല, ലൂസായിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പം ഞാനോടത്ത് എന്തായാലും ഇനി ഫൈനൽ ലെയറും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാമെന്ന്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത്, കാരണം കുറച്ച് കട്ട പിടിച്ചായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചില്ലായിരുന്നു. അപ്പോൾ നമുക്കിതിനി ഇതിനകത്തോട്ടിടാം. അങ്ങനെ നമ്മൾ നട്ട്സൊക്കെ ഇട്ടതിന് അങ്ങ് അടച്ചു വെക്കുവാണ്. അപ്പോൾ നമുക്കിനി രാവിലെ എടുത്ത് നോക്കാം എന്താകുമെന്ന്. അപ്പം ഇന്നലെ നമ്മൾ നൈറ്റ് ഫുൾ നമ്മൾ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അപ്പം നമുക്കിത് എടുത്ത് നോക്കാം. സെറ്റായിട്ടുണ്ട്. കാരണം ക്രീം ചീസ് മെൽറ്റ് ആയതുകൊണ്ട് ആ ചോക്ലേറ്റ് അതിനകത്തോട്ട് ഇച്ചിരി ഇതായി പോയായിരുന്നു. പക്ഷെ എന്നാലും സാർ നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. ആ ചോക്ലേറ്റും
നട്ട്സും ക്രീം ചീസും എല്ലാം കൂടെ നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട്. ഉണ്ടല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സത്യം പറഞ്ഞാൽ മെൽറ്റായപ്പം ഞാനൊടുത്ത് കുളവായെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ലുക്കൊന്നും വന്നില്ല, കാരണം ക്രീം ചീസ് ഞാൻ എടുത്തത് എന്തോ ലൂസായ എന്തോ ഇതായിപ്പോയതാണ്, അത്ര വെള്ളം കൂടിയുണ്ട്. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ.